ശാന്തമായ വിശ്വാസത്തിന്റെ ശക്തി. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ശാന്തിയും പ്രത്യാശയും നിറയ്ക്കുന്ന ഒരു വചനമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം. കർത്താവ് നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ വാക്യം ഉരുവിടുന്നതിനു മുമ്പ് ഇസ്രായേൽ ജനതയുടെ അവസ്ഥയെന്തായിരുന്നു? ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി അവരെ മോചിപ്പിച്ചു. എന്നാൽ മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോന്റെ ഭീകരമായ സൈന്യം. രക്ഷപ്പെടാൻ ഒരിടവുമില്ല. പരിഭ്രാന്തരായ ജനം മോശയുടെ നേർക്ക് തിരിഞ്ഞു. സഹോദരങ്ങളെ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചിത്രം തന്നെയല്ലേ? ഒരു രോഗം നമ്മെ വളയുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി നമ്മെ ഞെരുക്കുമ്പോൾ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കണ്ണുകൾ സാഹചര്യങ്ങളിലേക്ക് മാത്രം തിരിയും. നമ്മൾ ബഹളം വയ്ക്കും, പരാതി പറയും, നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പരാജയപ്പെടും. ഈ അവസരത്തിലാണ് ദൈവം മോശയിലൂടെ വ്യക്തമായ ഒരു നിർദ്ദേശം നൽകുന്നത്. കർത്താവ് നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ദൈവമാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ആ യുദ്ധം നമ്മുടെ യുദ്ധമല്ല, അത് കർത്താവിന്റെ യുദ്ധമാണ്. അവിടുന്ന് നമുക്കുവേണ്ടി നിലകൊള്ളും, അവിടുന്ന് നമുക്കുവേണ്ടി വിജയമെടുക്കും. ഇതിനെ സാധൂകരിക്കുന്ന ഒരു വചനം സങ്കീർത്തകൻ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്: കർത്താവ് എന്റെ ബലവും എന്റെ കോട്ടയുമാണ്, എന്റെ രക്ഷകനായ ദൈവം. സങ്കീർത്തനം 18:2. കോട്ട പോലുള്ള ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്താണ്? അവിടുത്തെ നിർദ്ദേശം വളരെ ലളിതമാണ്: നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ ശാന്തത എന്നത് വെറുതെ ഇരിക്കുന്നതല്ല, ഇത് ദൈവത്തിന്റെ ശക്തിയിലുള്ള ഉറച്ച വിശ്വാസമാണ്. ഭയം മാറ്റിവെച്ച് എല്ലാം ദൈവത്തിന്റെ കൈകളിലേക്ക് സമർപ്പിക്കാനുള്ള സന്നദ്ധതയാണത്. കർത്താവ് നമ്മളോട് പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ വിജയകരമായ വലതുകൈയാൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഏശയ്യാ 41:10. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മുന്നിൽ എന്ത് ചെങ്കടലാണുള്ളതെങ്കിലും, ഏത് സൈന്യമാണ് നമ്മെ പിന്തുടരുന്നതെങ്കിലും, നമ്മുടെ വിശ്വാസം ദൃഢമാക്കുക. നമുക്കുവേണ്ടി യുദ്ധം ചെയ്യാൻ ശക്തനായൊരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതെ, പരിഭ്രമിക്കാതെ നമുക്ക് ശാന്തമായിരിക്കാം. അവിടുന്ന് നമുക്കുവേണ്ടി ചെയ്യുന്ന മഹത്തായ രക്ഷാപ്രവർത്തനങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനിടവരട്ടെ. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.